ഗൈസ്, ഇന്നൊരു മുഖവരിയിലെ നേരിട്ട് വീഡിയോയിലേക്കാണ് പോകുന്നത്. കുറച്ച് അയിലക്കറി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് കുറച്ചത് അയില വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 50 രൂപേൻ്റെ അയിലാണ്. ആരെങ്കിലും വിശ്വസിക്കുമോ? അതാണ് സത്യം. ഞങ്ങൾക്ക് 50 രൂപയ്ക്ക് മീൻ കിട്ടാറുണ്ട് കേട്ടോ. അയില മാത്രമല്ല, എല്ലാ മീനും ഞങ്ങൾക്ക് 50 രൂപയ്ക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ നന്നാക്കി എടുത്തിട്ട് വരാം. അയില ഞാൻ ഇങ്ങനെയാണ് നന്നാക്കാറുള്ളത്. മീൻ നന്നാക്കാൻ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. ചിലർ മീനിൻ്റെ തോലൊക്കെ പൊളിച്ചെടുത്തിട്ട് ഇങ്ങനെ കറി വെക്കുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് മീൻ ഞാൻ പൊരിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് കുറച്ച് പുളി, അത് ഒരു നെല്ലിക്ക് വലുപ്പത്തിലുണ്ടാവും, അത് ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മുറി തേങ്ങയാണ്. ഇത് ഞാനൊന്ന് ചിരകിയെടുക്കട്ടെ. തേങ്ങ ചിരവാൻ ഭയങ്കര പ്രയാസമാണ്. ബാക്കി എല്ലാ പണി സിമ്പിളാണ്. അപ്പോൾ തേങ്ങ എല്ലാം ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വലിയൊരു സ്പൂണ് മുളക് പൊടി കേട്ടോ. അതുപോലെ തന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് ഈ പുളിവെള്ളം ഉപയോഗിച്ചിട്ടാട്ടോ ഞാൻ ഈ തേങ്ങ അടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു പീസ് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. അങ്ങനെ ഞാനത് തേങ്ങ എല്ലാം നല്ല ഫൈനാക്കി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കറിയിലേക്ക് ആവശ്യം ആയ വെള്ളത്തിന് ഞാൻ ബാക്കി പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇടുക. അതുപോലെ അതൊരു 5-6 ചുവന്നുള്ളി കേട്ടോ, അത് നടു ചീന്തിട്ടാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. ഒരു ടൊമാറ്റോ എടുക്കുന്നുണ്ട്, നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. 2 പച്ചമുളക്. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ നല്ലവണ്ണം. ഇപ്പോൾ ഞാൻ ഗ്യാസിലാണ് വെക്കുന്നത്. സാധാരണ ഞാൻ വിറകടുപ്പിലാണ് ഉണ്ടാക്കാറുള്ളത്. മീൻ ഏകദേശം വെന്ത് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിക്ക് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1/2 സ്പൂണ് കടുക്, 1/4 സ്പൂൺ ഉലുവ, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലവണ്ണം പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലുണ്ടല്ലോ ഉലുവേൻ്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് കഴിക്കട്ടെ. ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കില്ലേ.